ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മളുള്ളത് പോപ്പുലർ നെക്സ പാലാരിവട്ടം ഷോറൂമിലാണുള്ളത്. നമുക്കിപ്പോൾ ഇവിടുത്തെ വെഹിക്കിൾസിൻ്റെ ഒക്കെ എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓരോ വെഹിക്കിൾസും നമ്മൾ ഇഗ്നിസ് മുതൽ ഈ നെക്സയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ എല്ലാ ഓഫേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന് നമ്മളിപ്പോൾ മുമ്പ് നമ്മൾ ജിമിനി വീഡിയോ ചെയ്ത സമയത്തുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട് ഹൈക്കസും നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഇഗ്നിസിൽ നിന്ന് നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങാം. ഇതിപ്പോ ഇഗ്നിസിന്റെ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സിഗ്മയാണ് ബേസ് വേരിയന്റ്. ഇപ്പൊ ഡെൽറ്റ, പിന്നെ സീറ്റ, ആൽഫ, അങ്ങനെ 4 വേരിയന്റുകളും ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഹൈക്കസിനെ വിളിക്കാം. ഹൈക്കസ്, ഇതാണ് നമ്മുടെ ഹൈക്കസ്. ഹലോ, നമസ്കാരം. ഇഗ്നിസിന്റെ മാനുവൽ വേരിയൻസ് വരുമ്പോൾ കൺസ്യൂമർ ഓഫർ വരുന്നത് 20,000 ആണ്. കൂടാതെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് അപ് ടു 7,000. റൂറൽ ബെനിഫിറ്റ്സ് വരുമ്പോൾ ഏകദേശം 3,100 വരെയാണ് നമുക്ക് ബെനിഫിറ്റ്സ് വരുന്നത്. അതേസമയം എക്സ്ചേഞ്ച് ബോണസ് നോക്കുകയാണെങ്കിൽ 15,000 റുപ്പീസിന്റെ എക്സ്ചേഞ്ച് ബോണസ് ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് 42,000 വരെയുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ഇഗ്നിസ് മാനുവൽ വേരിയൻസിന്. അതേസമയം ഇഗ്നിസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് എടുക്കുമ്പോൾ ഏകദേശം 25,000 റുപ്പീസ് ആണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. 5,000 രൂപ കൂടുതലാണ് മാനുവൽ വേരിയന്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കൂടാതെ സെയിം എക്സ്ചേഞ്ച് ബോണസ് 15,000 വരുന്നുണ്ട്. കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് അപ് ടു 7,000 വരുന്നുണ്ട്. അതേപോലെ റൂറൽ ബെനിഫിറ്റ്സ് വരുമ്പോഴും ഇതേപോലെ 3,100 വരെയാണ് അഡീഷണൽ ഓഫേഴ്സ് വരുന്നത്. ഇതൊക്കെയാണ് നിലവിലുള്ള ഇഗ്നിസിനുള്ള ഓഫേഴ്സ്. അപ്പൊ ഈ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഇയർ എൻഡ് വെഹിക്കിൾ അവൈലബിൾ ആണോ? 2023? അതെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന് അഡീഷണൽ മാരുതിയുടെ ഓഫേഴ്സും വരുന്നുണ്ട്. കൂടാതെ ഡീലർ സൈഡ് അഡീഷണൽ ഓഫേഴ്സ് വരുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ? അത് അതായത് കോർപ്പറേറ്റ് ലിസ്റ്റഡ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായിരിക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് കൂടുതൽ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുള്ളവർക്കും എല്ലാം കിട്ടും. ഓക്കെ, പിന്നെ ഈ നമുക്കിപ്പം ഇഗ്നിസ് നോക്കുന്നവർക്ക്, നമുക്ക് ഇപ്പൊ ലോണൊക്കെ നോക്കുന്നവർക്ക് ആദ്യമേ ഏറ്റവും കുറഞ്ഞ ഇപ്പൊ സിവിൽ സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവരുടെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. എങ്കിലും ഒരു ഇപ്പൊ കുറെ നാൾ ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഹൈക്കസ് ഒക്കെ ആകുമ്പോൾ, അപ്പൊ ഏറ്റവും ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നുണ്ട് ഈ നമ്മുടെ ഇഗ്നിസ് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ? ഒരു 60,000 ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഇടാണ്ടെന്നാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പം ഒരു 60,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ നമുക്ക് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇഗ്നിസിന്റെ അപ്പൊ അത്രയാണ് ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത വെഹിക്കിൾ നോക്കാം. ഓക്കെ, യെസ്. ഇത് നമ്മുടെ ബലീനോയുടെ സീറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ കിടക്കുന്നത്. ബലീനയ്ക്കും സെയിം 4 വേരിയന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഐക്കസിനോട് ചോദിക്കാം എന്താണ് ബലീനോയിൽ വരുന്ന ഓഫേഴ്സും കാര്യങ്ങളും. ബലേനോ മാനുവൽ വരുമ്പോൾ കൺസ്യൂമർ ഓഫർ വരുന്നത് 15,000, അതേപോലെ എക്സ്ചേഞ്ച് ബോണസ് 20,000 വരുന്നുണ്ട്. കൂടാതെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് അപ് ടു 7,000. അതേപോലെ റൂറൽ ഓഫർ വരുമ്പോൾ അപ് ടു 2,100 ആണ് വരുന്നത് ഓഫേഴ്സ്. ടോട്ടൽ ഓഫേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 42,000 ആണ് ഓഫേഴ്സ് വരുന്നത്. അതേസമയം നമ്മൾ ഇതിന്റെ ഓട്ടോമാറ്റിക് വേർഷൻസിലോട്ട് പോകുമ്പോൾ 20,000 ആണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. എക്സ്ചേഞ്ച് ബോണസ് 20,000 വരുന്നുണ്ട്. കൂടാതെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് അപ് ടു 7,000 വരുന്നുണ്ട്. പിന്നെ റൂറൽ ഓഫർ വരുമ്പോൾ 2,100 വരെ വരുന്നുണ്ട്. ടോട്ടൽ വരുമ്പോൾ നമുക്ക് 47,000 ആണ് ഓഫേഴ്സ് വരുന്നത്. ഈ ബലീനെ നമുക്ക് ഇയർ എൻഡ് വെഹിക്കിൾ കിടപ്പുണ്ടോ? അതോ നിലവിൽ കുറച്ച് വണ്ടികൾ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമുക്കുണ്ട് ഇയർ എൻഡ് വണ്ടികൾ. ഇയർ എൻഡ് വെഹിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അഡീഷണൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സും കിട്ടും. ഇയർ എൻഡ് വെഹിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഫുൾ അത് ഈ പറഞ്ഞ പ്രൈസ് ആയിരിക്കത്തില്ല. ഇതിപ്പോ 2024 വെഹിക്കിളിന്റെ പ്രൈസ് ആണ് നമ്മളിപ്പം, അതായത് ഓഫറാണ് പറയുന്നത്. അപ്പം 2023 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഫെബ്രുവരി മന്ത് ആയില്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും അവർ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് വെഹിക്കിൾ ചെയ്യും. അപ്പൊ അത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഐക്കസ് നമുക്കിപ്പം ബലീനോ വേരിയന്റ്, അതായത് സ്റ്റാർട്ടിംഗ് വേരിയന്റ് എത്ര വരും ഓൺ റോഡ് പ്രൈസ്? ഒരു 790 ആ ഒരു പ്രൈസിൽ സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ നമുക്ക് എല്ലാ വേരിയന്റിലും ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ അല്ലേ? എല്ലാ വേരിയന്റിലും അവൈലബിൾ. CNG വണ്ടികൾ ഒഴിച്ച് എല്ലാ വേരിയന്റിലും ഓഫേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആദ്യമേ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നതും ഈ പറഞ്ഞ ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട് ഡൗൺ പേയ്മെന്റ്? ഓൾമോസ്റ്റ് ഒരു 90,000 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ബലീനോയുടെ അപ്പൊ ഇത്രയാണല്ലേ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിള് ഫ്രോങ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് നമ്മുടെ സിഗ്മ വേരിയന്റ് അല്ലേ? സിഗ്മ വേരിയന്റ് ആണ് ഫ്രോങ്സ്, അതായത് 1.2 ലിറ്റർ. ഫ്രോങ്സിനാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 1.2 1 ലിറ്ററും ഉണ്ട്. 1 ലിറ്റർ ടർബോ എഞ്ചിനും വരുന്നുണ്ട്.
അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഫ്രോങ്സിന്റെ ഓഫറും കാര്യങ്ങളൊന്നും ഹൈക്കസിനോട് ചോദിക്കാം. ഫ്രോൺസിന്റെ ടെർബോ വേരിയൻസ് തൊട്ടാണ് ഓഫർ വരുന്നത്. അതായത് ടെർബോ വരുമ്പോൾ വെലോസിറ്റി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്സസറീസ് കിറ്റ് അഡീഷണൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം 43,000 വർത്ത് വരുന്ന കിറ്റാണത്. കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 10,000 റുപ്പീസ് ഈ തവണ ഉണ്ട്. ഓക്കെ. ഈ വെലോസിറ്റി എഡിഷൻ എന്ന് പറയുന്നത് നമുക്ക് എനിക്കൊന്ന് ഈ ഫ്രണ്ടിലെ ഈ ഗാർണിഷ് അല്ലേ, ഈ സൈഡിൽ ഫെൻഡറിൽ വരുന്ന ഈ ഒരു ഗാർണിഷ്, സ്റ്റീൽ ഗാർണിഷ്, പിന്നെ അകത്ത് 3D മാറ്റ്, ഇങ്ങനെയുള്ള കുറച്ചൊരു 16 ഐറ്റംസ് ഉണ്ട്. 16 ഐറ്റംസോളം ഉണ്ട്. അപ്പൊ അതിന്റെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഹൈക്കസിനായിട്ട് എടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എന്തൊക്കെയാ വെലോസിറ്റി എഡിഷനിൽ വരുന്നതെന്നുള്ളത്. അതിപ്പം 43,000 രൂപയുടെ അല്ലേ, 43,000 രൂപയുടെ കിറ്റാണ്. അതിപ്പം ഫ്രോങ്സ് നമ്മൾ എടുക്കുന്നവർക്കുണ്ട്. 1.2-നില്ല, 1 ലിറ്ററിന് മാത്രമേ ഉള്ളൂ. 1.2-ന് എന്താണ് ഓഫർ? എന്തെങ്കിലും നിലവിൽ 1.2-ന് ഓഫേഴ്സ് ഒന്നുമില്ല, ഓഫേഴ്സ് ഒന്നും വരുന്നില്ല. 1 ലിറ്റർ ടെർബോയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. ഈ ടെർബോ വേരിയന്റ്, ടെർബോ വരുന്ന ഏതൊക്കെ വേരിയന്റ് പോലെ? ടെർബോ വരുന്ന മാനുവൽ വണ്ടിയാണെങ്കിൽ ഡെൽറ്റ പ്ലസ്, സീറ്റ, ആൽഫ, ഈ 3 വേരിയന്റുകളാണ് വരുന്നത്. അതേസമയം ഓട്ടോമാറ്റിക് ആണെങ്കിൽ 2 വേരിയന്റ് വരുന്നുള്ളൂ, സീറ്റയും ആൽഫയും. ഓക്കെ. ഈ ഫ്രോങ്സ് ആണെങ്കിൽ നമുക്ക് ഓൺ റോഡ് ഏറ്റവും ഒരു കുറഞ്ഞ ഒരു എമൗണ്ട് എത്ര ഇറക്കാൻ പറ്റും? ഒരു 890-ന് വണ്ടി ഇറക്കാൻ പറ്റും. അതായത് സിഗ്മ വേരിയന്റ് ഇറക്കാൻ പറ്റും. ഓക്കെ. ഇതിന്റെ ഒരു നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ, നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ഡൗൺ പേയ്മെന്റ് എത്ര ആയിരിക്കും? ഒരു 90 to 1 lakh അതിന്റെ ഉള്ളിൽ. ഓക്കെ. 90 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെയാണ് ഏറ്റവും മിനിമം. ഇതെല്ലാം നമ്മൾ സിവിൽ സ്കോർ അടിസ്ഥാനത്തിലാണ്. നമുക്ക് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, കാരണം ഇൻഡിവിജ്വലി നമ്മുടെ എല്ലാവരുടെയും സിവിൽ സ്കോറിന്റെ അനുസരിച്ചായിരിക്കും. ചിലപ്പം നല്ല ഹയർ സിവിൽ സ്കോർ ഉള്ളവർക്ക് ചിലപ്പോൾ 95% വരെയൊക്കെ നമുക്ക് ഫണ്ടിങ് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഡൗൺ പേയ്മെന്റ് ചിലപ്പോൾ മേ ബി ഇതിലും കുറവായിരിക്കും. അപ്പം ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഒരു ഡൗൺ പേയ്മെന്റിന്റെ കാര്യം ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ഫ്രോങ്സിന്റെ ഡീറ്റെയിൽസ് അത്രയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഏത് ജിമിനി അല്ലേ? ജിമിനി. യെസ്. അപ്പൊ എല്ലാവരുടെയും ഹരമായ ജിമിനിയുടെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ് ജിമിനിയുടെ ഓഫേഴ്സ് വരുന്നതെന്ന് നോക്കാം. ഇതിപ്പം നമുക്ക് 23 മോഡൽ അവൈലബിൾ ആണോ? അതെ, ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. ഓൾ കേരള ലിസ്റ്റിൽ വണ്ടിയുണ്ട്. അപ്പൊ ഈ ഷോറൂമിൽ ഇപ്പം 23 ഇല്ല. 23 ഇല്ല. കാരണം ഒരു ഹോട്ട് സെല്ലിംഗ് കാർ ആണല്ലോ ഫ്രോങ്സ്. കാരണം അതുകൊണ്ടാണ് പെട്ടെന്ന് പോകും. പിന്നെ എന്നാലും ഇവര് ചെക്ക് ചെയ്തിട്ട് ഒരു അറേഞ്ച് 2023 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചു ഹൈക്കസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ജിമിനിയുടെ എന്തൊക്കെയാ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ നമ്മുടെ ജിമിനിയുടെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ 24 മോഡൽ ജിമിനിയുടെ എന്തൊക്കെയാണ് ഓഫേഴ്സ് വരുന്നത്? 24 വണ്ടി വരുമ്പോ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ആയിട്ട് 3,000 റുപ്പീസ് വരുന്നുള്ളൂ. നിലവില് മാരുതി അഡീഷണൽ വേറെ ഓഫേഴ്സ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. നിലവിലിപ്പം ഈ 3,000 രൂപയുടെ ആ ഒരു ഓഫർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജിമിനി നമുക്കിപ്പം സീറ്റയും ആൽഫയും 2 വേരിയന്റ് അല്ലേ ഉള്ളൂ? അതെ. സീറ്റ എത്രയാണ് സ്റ്റാർട്ടിങ് ഓൺ റോഡ് വരുന്ന പ്രൈസ്? ഒരു 1570 റേഞ്ചാ വരുന്നത് ഓൺ റോഡ്. 2024 സീറ്റയും ആൽഫയും 2 വേരിയന്റ് വരുന്നുള്ളൂ. ഞാൻ ബേസ് വേരിയന്റ് കാര്യമാണ് ചോദിച്ചത്. അപ്പൊ നമുക്കിപ്പോ 2024 ജിമിനി വലിയ ഓഫേഴ്സ് ഒന്നും ഇതുവരെ കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിലും 23 നല്ല ബെസ്റ്റ് ഓഫേഴ്സ് കിടപ്പുണ്ട്. എന്നോട് ഹൈക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഹൈക്കസ്? 1,28,000 രൂപ വരെയുള്ള ഓഫേഴ്സ് ആണ് വരുന്നത് 2023 മോഡലിന്. നല്ല ഒരു പ്രൈസിംഗ് ആണ്. അപ്പൊ അത് അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മള് 24-ന്റെ പ്രൈസ് കേട്ടല്ലോ. അപ്പൊ അത്രയും പ്രൈസ് വരുന്നില്ല. ഇപ്പൊ ഇത്രയും എമൗണ്ട് നമുക്ക് അത്രയും 23 വെഹിക്കിളിൽ ഈ നേരെ ഇത്രയും പ്രൈസ് ഡ്രോപ്പ് ആവുകയാണ്. അപ്പൊ അതൊരു നല്ല ഡീലായിരിക്കും. അപ്പം വേണ്ടവർ നമുക്ക് ഹൈക്കസിനെ കോൺടാക്ട് ചെയ്താൽ മതി. വെഹിക്കിളിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോകാം. യെസ്. അപ്പൊ നമുക്ക് ഇനി ഗ്രാൻഡ് വിറ്റാറയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്രാൻഡ് വിറ്റാറ വരുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡും വരുന്നുണ്ട്, ഒരു മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനും വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഗ്രാൻഡ് വിറ്റാറയുടെ ഡീറ്റെയിൽസ് ഒക്കെ? നിലവിൽ ഗ്രാൻഡ് വിറ്റാറയ്ക്ക് എല്ലാ വണ്ടികൾക്കും റൂറൽ ഓഫർ വന്നേക്കുന്നത് അപ് ടു 4,100 ആണ്. കൂടാതെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസും വന്നിട്ടുണ്ട്. ഡെൽറ്റ, സീറ്റ, ആൽഫ വേരിയന്റുകൾ, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടികളല്ല, സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടികൾ വരുമ്പോൾ ഏകദേശം 30,000 റുപ്പീസ് ഉള്ള എക്സ്ചേഞ്ച് ബോണസ് ആണ് വന്നിരിക്കുന്നത്. അതേസമയം സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെ ഓഫർ ആണെങ്കിൽ 50,000 റുപ്പീസിന്റെയാണ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നത്. ടോട്ടൽ 54,100ന്റെ ഓഫേഴ്സ് ആണ് സ്ട്രോങ് ഹൈബ്രിഡിന് വരുന്നത്. അപ്പൊ അത്രയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ ഡീറ്റെയിൽസ്. ഇത് 23 വെഹിക്കിൾ അവൈലബിൾ ആണ്. നിലവിൽ അവൈലബിൾ ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. എന്നാൽ അഡീഷണൽ നല്ല ഓഫേഴ്സും വരുന്നുണ്ട് വണ്ടിക്ക്. എത്ര വരെ വരുന്നുണ്ട്? നമുക്ക് അപ് ടു 70,000 റുപ്പീസിന്റെ ഓഫേഴ്സ് വരുന്നത്. 70,000 രൂപയുടെ അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് 23 മോഡലിന്. ഓക്കെ. അപ്പൊ അത്രയാണ് ഗ്രാൻഡ് വിറ്റാറ ഡീറ്റെയിൽസ്. യെസ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടെ 2 മോഡൽസിന്റെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ 2 മോഡൽസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവിക്ടോയും നമ്മുടെ XL6ഉം ആണ്.
ഇപ്പൊ ഇൻവിക്ടോയ്ക്ക് നമുക്കൊരു ഇപ്പം കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് ഹൈക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്താണ് ഡീറ്റെയിൽസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഹൈക്കസിനോട്. നിലവിലിപ്പോ ഇൻവിക്ടോന് വെറും 3 to 6 month വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. കാരണം അല്ലേ നേരത്തെ അതിന് മുമ്പ് 6 മാസം മേളിലൊക്കെ അല്ലേ? 6 മാസമല്ലേ, ഓൾമോസ്റ്റ് 1 year വരെ ആയിരുന്നു മാരുതി ആദ്യം അനൗൺസ് ചെയ്ത വെയിറ്റിംഗ് പീരീഡ്. ഇപ്പൊ XL6ന്റെ കാര്യത്തിലോ? XL6 2 to 3 month വരുന്നുള്ളൂ വെയിറ്റിംഗ് മാക്സിമം ആണ്. നമുക്കിപ്പം ഈ 2 വെഹിക്കിൾസ് 23 വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഇൻവിക്ടോയും XL6 അവൈലബിൾ ആണ്, 2 വണ്ടികളും. അപ്പൊ അതിന് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട്സും സ്വാഭാവികമായിട്ട് 23 വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഐക്കസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ ഐക്കസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഐക്കസിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പിൻ ചെയ്തേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.